നമ്മൾ ഈ അഗസ്ത്യാർകൂടം ട്രക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കുണ്ടായ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ചൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്സ് പറയാം. ഈ അഗസ്ത്യാർകൂടം പിക്കിലേക്ക് പോകുന്ന സമയത്ത് അത് കുറച്ച് എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തിൽ കുറച്ച് സ്പീഡിൽ പോവുകയുണ്ടായി. അപ്പോൾ ഒരു അസെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു എപ്പോഴും ഒരു പേസ് കീപ്പ് ചെയ്ത് സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആവും. പീക്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. കാരണം മെയിൻലി നമ്മൾ ആ റോക്കിൻ്റെ മുകളിലൂടെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനീഷ്യലി സ്മോൾ സ്റ്റെപ്സ് എടുത്ത് ഒരു പേസ് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വേറൊരു ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ബോണക്കാട് അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അവിടെ അവർ ഒരു 4 ഇഡ്ലീസ് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ 4 ഇഡ്ലീസ് എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ യൂഷ്വലി 1-2 ഇഡ്ഡലി എടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ കാരണം എല്ലാവരും ഇനിയിപ്പോൾ ഫുഡ് കിട്ടില്ലേ വഴിയിൽ, അല്ലെങ്കിൽ ഇത് ഈ ഒരു 16 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് പോകേണ്ടതാണല്ലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാനത് ഫുള്ള് കഴിച്ചു. അത് വലിയൊരു മിസ്റ്റേക്കായിരുന്നു. കാരണം അത്രയും നമ്മൾ വയറ് ഫില്ല് ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഒരു കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു 1/3 ഫുഡായിട്ടും പിന്നെ 1/3 വാട്ടറായിട്ടും ഒഴിച്ച് ബാക്കി ഫില്ല് ചെയ്യാണ്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതെല്ലാം കവർ. സിപ്സ് ഓഫ് വാട്ടർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് കയ്യിൽ ചോക്ലേറ്റോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാൻ പറ്റും. എസ്പെഷ്യലി എനർജി ബാസ് അല്ലെങ്കിൽ നമ്മൾ സ്നിക്കേഴ്സ് പോലുള്ള എനർജി ബാസ് ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ചും കൂടി ഒരു ചെറിയ പീസ് കഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി. അതുപോലെ ഡേറ്റ്സ്, ആപ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈലി എനർജി ബൂസ്റ്റേഴ്സ് ആണ്. ഇതിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് പാക്കിൽ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടി ബോണക്കാട് നിന്ന് ബേസ് ക്യാമ്പിലേക്ക് ഓൾമോസ്റ്റ് ഒരു 16-17 കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കുന്നുണ്ട്. അത് ഈ വെയിറ്റ് മുഴുവനും നമ്മൾ എടുത്തിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ആവശ്യമുള്ള ലഗേജ് മാത്രം നമ്മൾ എടുത്താൽ മതി. എനിക്ക് ആ ഒരു കാര്യമാണ് നമ്മുടെ ഒരു ബിഗ് മിസ്റ്റേക്ക് എന്ന് വീണ്ടും എനിക്ക് പറയാനുള്ളത്. നമ്മൾ 3 പേരും ഈ ബാക്ക് പാക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബേസ് ക്യാമ്പിലേക്ക് നടക്കുന്ന ഇത്രയും 16 കിലോമീറ്റേഴ്സ് ബാക്ക് പാക്ക് കാരണമാണ് നമ്മൾ കുറച്ച് ടയർഡായിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് ബേസ് ക്യാമ്പ് മുതൽ അഗസ്ത്യാർകൂടം അത്ര ടഫായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ ബേസ് ക്യാമ്പ് വരെയുള്ള 16 കിലോമീറ്റർ വിത്ത് ബാഗാണ്, അസെൻഡും ഡിസെൻഡും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ലാസ്റ്റ് 5 കിലോമീറ്റേഴ്സിലാണ് ഏറ്റവും ഡിഫിക്കൽട്ട്, ലൈക്ക് ടു ദ ബേസ് ക്യാമ്പ്. അതും നമുക്ക് മഴ പെയ്തിട്ട് അത്യാവശ്യം നമ്മൾ ഡിഫിക്കൽട്ടായിട്ടാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായത്.